ഹായ് ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇന്നലെ നടന്ന ഇന്ത്യ നമീബിയ T20 മത്സരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 209 റണ്ണാണ് സ്കോർ ചെയ്തത്. അതിൽ സഞ്ജു സാംസൻ്റെ കളി കാണുവാനായിട്ട് ആഗ്രഹിച്ചു വന്ന കാണികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സഞ്ജു സാംസൺ വെറും 8 പന്തിൽ 22 റണ്ണാണ് അടിച്ചത്. എന്തായാലും നിരാശപ്പെടുത്തിയെന്ന് പറയുന്നത് വെച്ചാൽ മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് പുറത്തെടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ഓവറിൽ ലാസ്റ്റ് പന്തിൽ ഔട്ടായി പോവുകയാണ് ചെയ്തത്. പിന്നീട് ഇഷാൻ കിഷൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം മികച്ച ഫോമിൽ തന്നെ കളി തുടരുന്നു. 5 സിക്സും 6 ഫോറുമടക്കം അദ്ദേഹം 61 റണ്ണാണ് അടിച്ചെടുത്തത്. അത് വെറും 24 പന്തിൽ നിന്നാണ് അദ്ദേഹം 61 റൺ അടിച്ചെടുത്തത്. 7 ഓവറിൽ ഇഷാൻ കിഷൻ ഇന്ത്യയെ 100 കടത്തി. പിന്നീട് ഇഷാൻ കിഷൻ ഔട്ടായതിനു ശേഷം ഇന്ത്യക്ക് മികച്ച രീതിയിൽ റൺ റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. സൂര്യകുമാർ യാദവ് വന്നിട്ട് അനാവശ്യമായിട്ടൊരു ക്രീസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അടിക്കാമെന്ന് ശ്രമിച്ച സമയത്ത് മികച്ചൊരു സ്റ്റംപിങ്ങിലൂടെ അദ്ദേഹം പുറത്താവുകയാണ് ചെയ്തത്. പിന്നീട് തിലക് വർമ്മ, ഒരു ചാൻസ് കിട്ടിയിട്ട് പോലും തിലക് വർമ്മയ്ക്ക് മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചില്ല. 21 റണ്ണാണ് തിലക് വർമ്മയ്ക്ക് എടുക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് വന്ന പാണ്ഡ്യയുടെ ഒരു മികച്ച ഇന്നിങ്സാണ് ഇന്ത്യയെ 209 റൺ എന്ന മികച്ചൊരു ടോട്ടലിലേക്ക് എത്തിച്ചത്. പാണ്ഡ്യയും അതുപോലെ തന്നെ ശിവദുംബയും 23 റൺ എടുത്തു. പാണ്ഡ്യ മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. പാണ്ഡ്യ 51 റണ്ണാണ് 28 ബോളിൽ നിന്നും എടുത്തത്. പിന്നെ റിങ്കു സിംഗിനും അവസാനം വന്നെങ്കിൽ കൂടി ഒരു ബൗണ്ടറി ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല. എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഇന്ത്യ 209 റൺ എന്ന സ്കോറിൽ കളി അവസാനിപ്പിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നമീബിയ മികച്ച ഷോട്ടുകളിലൂടെ ആദ്യം തന്നെ നല്ല റൺ റേറ്റാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. ഹർഷദീപിന് നല്ല അടി കിട്ടി. ഹർഷദീപ് തന്നെയാണ് ആ വിക്കറ്റ് പൊളിച്ചത്. പിന്നീട് അവർ ആ സ്കോർ തന്നെ തുടരുകയും ചെയ്തു. നല്ല ഫോമിൽ തന്നെയാണ് അവർ ആദ്യം നല്ല കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വരുൺ ചക്രവർത്തി വന്നിട്ട് ആ കൂട്ടുകെട്ട് പൊളിക്കുകയും അവരുടെ സ്കോർ പതിയെ താഴേക്ക് പോവുകയും ചെയ്തു. പിന്നെയും വരുൺ ചക്രവർത്തി തന്നെയാണ് വീണ്ടും വിക്കറ്റ് എടുത്തത്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് പോകുന്നത് കൊണ്ട് അവർക്ക് മികച്ച റൺ റേറ്റ് പടുത്തുയർത്താനായിട്ട് സാധിച്ചില്ല. അവസാനം 116 റണ്ണിന് അവർ 18.2 ഓവറിൽ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ബുംറ മികച്ച സ്പെല്ല് ചെയ്തിട്ടുണ്ട്. ബുംറ 4 ഓവറിൽ 20 റണ്ണിന് ഒരു വിക്കറ്റ് എടുത്തു. ഏറ്റവും മികച്ച നന്നായിട്ട് പന്തെറിഞ്ഞത് വരുൺ ചക്രവർത്തിയാണ്. അദ്ദേഹം 2 ഓവർ മാത്രം എറിഞ്ഞുകൊണ്ട് 7 റൺ കൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകളാണ് എടുത്തത്. ഹർഷദീപിന് നല്ല അടി കിട്ടി. ഹർഷദീപ് 3 ഓവർ 36 റണ്ണിനാണ് ഒരു വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ പാണ്ഡ്യ 4 ഓവറിൽ 21 റൺ വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. അക്സർ പട്ടേൽ 2 വിക്കറ്റ് എടുത്തു. എന്തായാലും മികച്ചൊരു കളിയാണ്